ഇടുക്കിയിൽ വിയറ്റ്നാം വരാൽ കൃഷി പരിചയപ്പെടുത്തുകയാണ് മലപ്പുറത്തു നിന്നുള്ള യുവ കർഷകർ. രാജകുമാരി പാടശേഖരത്താണ് ഇവർ പരീക്ഷണാടിസ്ഥാനത്തിൽ മത്സ്യകൃഷി ഇറക്കിയിരിക്കുന്നത്. ഹൈറേഞ്ചിൽ ആദ്യമായാണ് വിയറ്റ്നാം വരാൽ വ്യാപകമായി വളർത്തുന്നത്. തണുപ്പൻ കാലാവസ്ഥയിൽ അതിവേഗം വളരുന്നവയാണ് വിയറ്റ്നാം വരാലുകൾ. 6 മാസം കൊണ്ട് ഒരു വരാൽ കുഞ്ഞ് 1 കിലോ വരെ തൂക്കം വയ്ക്കും. മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശികളായ ജാഫർ കിഴക്കേതിൽ, സുനിൽദാസ് എന്നിവരാണ് രാജകുമാരിയിൽ സ്ഥലം പാട്ടത്തിനെടുത്ത് വരാൽ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചിരിക്കുന്നത്. ഇത് വിയറ്റ്നാം വരാൽ എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് വരാലാണ്. 6 മാസം കൊണ്ട് നമുക്ക് ഏകദേശം 60% 1 കിലോ ഇത് നമ്മൾ പരീക്ഷിച്ചിട്ട് വിജയം കണ്ടെത്തിയതാണ്. ഇടുക്കിയിലെ ഇതിനെ കുറിച്ചിട്ട് നമുക്ക് വേറെ അറിവൊന്നുമില്ല. പക്ഷെ നമ്മളിവിടെ ഈ കുളത്തിലൊന്ന് ഫസ്റ്റ് നോക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിന് അത്യാവശ്യം നല്ല ഗ്രോത്ത് കിട്ടിയത് കൊണ്ടാണ് പിന്നെ ബാക്കിയുള്ള മീനുകളിട്ട്. ഇടുക്കിയുടെ കാലാവസ്ഥ വിയറ്റ്നാം വരാൽ കൃഷിക്ക് അനുയോജ്യമെന്ന് കണ്ടാണ് ഇവർ രാജകുമാരിയിലേക്ക് കുടിയേറിയത്. 6 കുളങ്ങളിലായി 12,000 കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. ഹൈദരാബാദിൽ നിന്നാണ് മത്സ്യക്കുഞ്ഞുങ്ങളെ എത്തിച്ചത്. കടുത്ത തണുപ്പിനെ അതിജീവിക്കുന്നവയ്ക്ക് പ്രതിരോധശേഷിയും കൂടുതലുണ്ടെന്നാണ് വിലയിരുത്തൽ. മത്സ്യകൃഷി വിജയകരമെന്ന് കണ്ടാൽ കൂടുതൽ സ്ഥലത്തേക്ക് കൃഷി വ്യാപിപ്പിക്കാനാണ് ഈ യുവ കർഷകരുടെ തീരുമാനം. കൃഷിയില്ലാതെ കിടക്കുന്ന പാടശേഖരങ്ങളിൽ താല്പര്യക്കാർക്ക് വേണ്ടുന്ന സഹായങ്ങളും ഇവർ ചെയ്തു നൽകും. ജനം, ഇടുക്കി.